ആധുനിക യുദ്ധമുറകൾ വെറും ഒരു അതിർത്തി തർക്കത്തിലോ സൈന്യങ്ങൾ തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിലോ ഒതുങ്ങുന്നില്ല. സാങ്കേതികവിദ്യയുടെ വളർച്ചയും രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ കൃത്യതയും യുദ്ധതന്ത്രങ്ങളെ മാറ്റിമറിച്ചിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും മാരകവുമായ ഒന്നാണ് ഡെക്കാപിറ്റേഷൻ സ്ട്രാറ്റജി. ഒരു ശരീരത്തിന്റെ തലയറുത്താൽ ഉടൻ നിശ്ചലമാകുമെന്ന ലളിതമായ പ്രകൃതി നിയമത്തെ സൈനിക തലത്തിൽ പ്രയോഗിക്കുകയാണ് ഇവിടെ. ശത്രു രാജ്യത്തിന്റെയോ സായുധ പ്രസ്ഥാനത്തിന്റെയോ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനത്തെ, അതായത് അതിന്റെ പരമോന്നത നേതാക്കളെ നേരിട്ട് ഇല്ലാതാക്കുന്നതിലൂടെ ആ സംവിധാനത്തെ മുഴുവൻ തളർത്തുക എന്നതാണ് ഈ തന്ത്രത്തിന്റെ ലക്ഷ്യം. സൈനിക ഭാഷയിൽ ഡെക്കാപിറ്റേഷൻ എന്നാൽ ശത്രുവിന്റെ തീരുമാനമെടുക്കാനുള്ള ശേഷിയെ നശിപ്പിക്കുക എന്നാണ് അർത്ഥം. ഒരു യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് സൈനികർ കൊന്നൊടുക്കുന്നതിനേക്കാൾ ഫലപ്രദമാണ് ആ സൈന്യത്തിന് നിർദ്ദേശങ്ങൾ നൽകുന്ന ഭരണ തലവനെയോ വധിക്കുന്നതെന്ന് ഈ തന്ത്രം വിശ്വസിക്കുന്നു. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്. ഉന്നത നേതാക്കൾ കൊല്ലപ്പെടുമ്പോൾ താഴെത്തട്ടിലുള്ള സൈനികർക്ക് എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് കൃത്യമായ നിർദ്ദേശം ലഭിക്കില്ല. ഇത് യുദ്ധഭൂമിയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. ജനങ്ങൾക്കും സൈനികർക്കും വലിയ സ്വാധീനമുള്ള ഒരു നേതാവ് ഇല്ലാതാകുന്നത് ആ രാജ്യത്തിന്റെ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന്റെ ആത്മവിശ്വാസം തകർക്കും. വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തെക്കാൾ സാമ്പത്തികമായും സൈനികമായും ലാഭകരമാണ് കൃത്യമായ ഒരു ലക്ഷ്യബദ്ധമായ കൊലപാതകം എന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളിൽ ഇസ്രയേൽ ഈ തന്ത്രം പലപ്പോഴും വിജയകരമായി പ്രയോഗിച്ചിട്ടുണ്ട്. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും തലപ്പത്തുള്ള നിരവധി നേതാക്കളെ ഇസ്രയേൽ ഇത്തരത്തിൽ വധിച്ചിട്ടുമുണ്ട്. 2024 തുടക്കത്തിലും 2026 നിലവിലെ സംഘർഷങ്ങളിലും ഇസ്രയേൽ ഈ തന്ത്രം ആവർത്തിക്കുന്നത് നാം കാണുന്നു. ഇറാന്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ സിറിയയിലോ ലെബനിലോ വെച്ച് വായുസേനയുടെ സഹായത്തോടെ ഇല്ലാതാക്കുന്നത് ഇതിന്റെ ഭാഗമാണ്. ശത്രുവിന്റെ ആയുധശേഖരത്തെ തകർക്കുന്നതിനേക്കാൾ മുൻഗണന ആ ആയുധങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ഉത്തരവിടുന്ന തലച്ചോറുകളെ ഇല്ലാതാക്കുന്നതിലാണ് ഇസ്രയേൽ നൽകുന്നത്. ഡെക്കാപിറ്റേഷൻ സ്ട്രാറ്റജി ഇറാനെതിരെ പ്രയോഗിക്കുമ്പോൾ അത് എത്രത്തോളം ഫലപ്രദമാകും എന്നതും വലിയൊരു തർക്ക വിഷയമാണ്. ഇറാൻ ഒരു ജനാധിപത്യ രാജ്യത്തെക്കാൾ ഉപരി ഒരു മതപരമായ ഭരണകൂട വ്യവസ്ഥയാണ്. ഇവിടെ അധികാരം ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകൃതമല്ല. പരമോന്നത നേതാവും കൗൺസിലുകളും ഇത് പ്രധാനമാണ്. ഇറാനിൽ പരമോന്നത നേതാവായ അലി അയത്തുള്ള ഖമേനിക്ക് പുറമെ തീരുമാനങ്ങൾ എടുക്കാൻ ഗാർഡിയൻ കൗൺസിൽ, എക്സ്പീരിയൻസി കൗൺസിൽ തുടങ്ങിയ നിരവധി ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്. ഒരാൾ കൊല്ലപ്പെട്ടാൽ ആ സ്ഥാനം ഏറ്റെടുക്കാൻ കൃത്യമായ മുൻഗണനാ പട്ടികയും നിലവിലുണ്ട്. IRGC എന്ന സൈനിക വിഭാഗം സമാന്തരമായ ഒരു സാമ്രാജ്യം പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ തലവന്മാരെ മാറ്റിയാലും താഴെത്തട്ടിലുള്ള കമാൻഡർമാർക്ക് സ്വയം തീരുമാനമെടുക്കാനുള്ള പരിശീലനവും അധികാരവും നൽകിയിട്ടുണ്ട്. ഇറാന്റെ കരുത്ത് വ്യക്തികളിലല്ല, മറിച്ച് അവർ മുറുകെ പിടിക്കുന്ന വിപ്ലവകരമായ ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിലാണ് നിലകൊള്ളുന്നത്. ഒരു നേതാവ് കൊല്ലപ്പെടുന്നത് ആ പ്രത്യയശാസ്ത്രത്തിന് പുതിയൊരു ഊർജ്ജം നൽകുകയുള്ളൂ എന്ന് ഇറാൻ വിശ്വസിക്കുന്നു. ഡെക്കാപിറ്റേഷൻ സ്ട്രാറ്റജി എല്ലായ്പ്പോഴും വിജയിക്കണമെന്നില്ല. പലപ്പോഴും ഇത് തിരിച്ചടിക്കാനാണ് സാധ്യത. ഒരു നേതാവിനെ വധിക്കുന്നത് ആ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ വലിയ അമർഷമുണ്ടാക്കും. ഇത് സമാധാന ചർച്ചകളുടെ വാതിലുകൾ എന്നേക്കുമായി കുട്ടിയടയ്ക്കും. 1990കളിൽ ഹിസ്ബുള്ള നേതാവായിരുന്ന അബ്ബാസ് അൽ മുസാവി കൊല്ലപ്പെട്ടപ്പോൾ പകരം വന്ന ഹസൻ നസ്രുള്ള എന്ന നേതാവ് സംഘടനയെ മുൻപത്തേക്കാൾ 10 ഇരട്ടി ശക്തിയുള്ളതാക്കി മാറ്റി. ഇത് സൂചിപ്പിക്കുന്നത് തലയറക്കൽ ചിലപ്പോൾ പുതിയതും അതിശക്തവുമായ തലകൾ മുളയ്ക്കാൻ കാരണമാകുമെന്നാണ്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഷഹാദത്ത് അഥവാ രക്തസാക്ഷിത്വം വലിയൊരു വികാരമാണ്. ഒരു നേതാവ് കൊല്ലപ്പെടുമ്പോൾ അദ്ദേഹം ഒരു വിശുദ്ധനായി മാറുകയും അദ്ദേഹത്തിന്റെ അനുയായികൾ കൂടുതൽ ആവേശത്തോടെ യുദ്ധകളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരം ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ ഔദ്യോഗിക നേതാക്കളെ വധിക്കുന്നത് നിയമവിരുദ്ധമാണ്. ഇത് സ്റ്റേറ്റ് സ്പോൺസേർഡ് ടെററിസമായി പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. ഒരു രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രിയോ സൈനിക മേധാവിയോ കൊല്ലപ്പെടുമ്പോൾ അത് ആ രാജ്യത്തോടുള്ള യുദ്ധ പ്രഖ്യാപനമായി മാറും. ഇത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ചേരിതിരിവുകൾക്കും കാരണമാകുന്നു. ഉദാഹരണത്തിന് ഇറാനിയൻ ജനറലായിരുന്ന ഖാസിം സുലൈമാനി വധിക്കപ്പെട്ടപ്പോൾ അത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചു. ഇത്തരം കൊലപാതകങ്ങൾ ആഗോള വിപണിയെ ബാധിക്കും. എണ്ണവില കുതിച്ചുയരാനും ഓഹരി വിപണികൾ കൂപ്പുകുത്താനും ഇത് കാരണമാകും. ഇന്ന് പശ്ചിമേഷ്യയിൽ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള പോരാട്ടം അതിന്റെ ഏറ്റവും ഉയർന്ന നിലയിലാണ്. ഇസ്രയേൽ തങ്ങളുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിനെ ഉപയോഗിച്ച് ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞരെയും സൈനിക നേതാക്കളെയും ലക്ഷ്യം വെക്കുന്നത് തുടരുന്നു. എന്നാൽ ഇറാൻ ഇതിനെ നേരിടുന്നത് തങ്ങളുടെ മിസൈൽ സാങ്കേതിക വിദ്യയും പ്രാദേശിക സഖ്യകക്ഷികളെയും ഉപയോഗിച്ചാണ്. മുജ്തബ ഖമേനിയെ പോലുള്ള നേതാക്കളുടെ സ്വാധീനം വർദ്ധിക്കുമ്പോൾ നേതൃത്വത്തെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം. എങ്കിലും ഒരു രാജ്യത്തെ മൊത്തമായി കീഴ്പ്പെടുത്താൻ ഇത്തരം തന്ത്രങ്ങൾ മാത്രം മതിയാകില്ലെന്ന് സൈനിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. യുദ്ധം ചെയ്യിക്കുന്നത് ആയുധങ്ങൾ കൊണ്ടോ നേതാക്കളെ വധിക്കുന്നത് കൊണ്ടോ മാത്രമല്ല. ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ കരുത്ത് അതിന്റെ ജനങ്ങളിലാണ്. വിയറ്റ്നാം യുദ്ധത്തിലും അഫ്ഗാനിസ്ഥാനിലും അമേരിക്ക നേരിട്ട തിരിച്ചടികൾ ഇതിന് ഉദാഹരണമാണ്. അവിടെ നേതാക്കളെക്കാൾ ഉപരിയായി ഒരു ജനതയുടെ പ്രതിരോധത്തെയാണ് നേരിടേണ്ടി വന്നത്. പശ്ചിമേഷ്യയിലും ഇതേ സാഹചര്യം നിലനിൽക്കുന്നു. ഇറാന്റെ സാമൂഹിക ഘടനയും മതപരമായ ഐക്യവും തകർക്കാതെ ഡെക്കാപിറ്റേഷൻ സ്ട്രാറ്റജി വഴി മാത്രം വിജയം കൈവരിക്കുക അസാധ്യമാണ്. തലവനെ വെട്ടിയാൽ ശരീരം വീഴുമെന്ന സിദ്ധാന്തം സൈനികമായ ആകർഷണമാണെങ്കിലും പ്രായോഗികമായി വലിയ അപകടങ്ങൾ നിറഞ്ഞതാണ്. ഇത് സംഘർഷത്തെ ലഘൂകരിക്കുന്നതിന് പകരം കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്യുന്നത്. പശ്ചിമേഷ്യയിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാകണമെങ്കിൽ സൈനിക തന്ത്രങ്ങളെക്കാൾ ഉപരിയായി നയതന്ത്ര ചർച്ചകളും സംവാദങ്ങളും ആവശ്യമാണ്. ഡെക്കാപിറ്റേഷൻ സ്ട്രാറ്റജി നൽകുന്ന താൽക്കാലിക വിജയങ്ങൾ ആഗോള തലത്തിൽ വലിയ വില നൽകേണ്ടി വരുന്ന പരാജയങ്ങളായി മാറിയേക്കാം. നേതാക്കളെ ഇല്ലാതാക്കാം, പക്ഷെ അവർ പ്രതിനിധീകരിക്കുന്ന ആശയങ്ങളെയും ജനങ്ങളുടെ
ശക്തികളുടെ പ്രതിഷേധത്തെയും ഇല്ലാതാക്കാൻ കഴിയില്ല. ലോകം ഒരു മഹായുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുമ്പോൾ ഇത്തരം വിനാശകരമായ തന്ത്രങ്ങൾക്ക് പകരം മാനവികതയ്ക്കും സമാധാനത്തിന് മുൻഗണന നൽകുന്ന നയതന്ത്ര നീക്കങ്ങളാണ് കാലഘട്ടത്തിന്റെ ആവശ്യം. ഭാവിയുടെ യുദ്ധകളങ്ങൾ മിസൈലുകൾക്കും ഡ്രോണുകൾക്കും ഒപ്പം ബുദ്ധിപരമായ നയതന്ത്ര നീക്കങ്ങൾക്കും സാക്ഷ്യം വഹിക്കും. ഡെക്കാപിറ്റേഷൻ സ്ട്രാറ്റജി ഒരു രാജ്യത്തിന് തലയെടുത്തേക്കാം, പക്ഷെ ആ രാജ്യത്തിന്റെ ആത്മാവിനെ കീഴടക്കാൻ അതിന് കഴിയില്ല എന്നതാണ് ചരിത്രപരമായ സത്യം.